ഒരു 20 എത്തിയും കുട്ടികളെ എത്തിയ കുടുംബത്തെ നമ്മൾ ഏറ്റെടുത്തു. ഇതിനു മുമ്പ് 70 എത്തിയും കുട്ടികളുടെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അഗതികളും അനാഥകളും ഒക്കെ ഉണ്ട്, അതിലെല്ലാവരും പെടും. അതേപോലെ തന്നെ 18ഓളം വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് അല്ലേ? 18ഓളം വീട്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങളുടെ വീട്ടിലാണ്. അദ്ദേഹത്തെ ആർക്കും ഇപ്പോൾ പരിചയപ്പെടുത്തി തരേണ്ട കാര്യമില്ലാന്നറിയാം. ഇന്ന് കേരളത്തിലല്ല, ഇന്ത്യക്ക് പുറത്തേക്കും വളരെ പ്രശസ്തനായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. ഹൈറ് കൊണ്ടും ഒക്കെ കൊണ്ടും രണ്ടു വിധത്തിലും പ്രതികൂലിക്കുന്നവരുണ്ട്. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറയാൻ എനിക്കും ആഗ്രഹമില്ല, കേട്ട കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും കേൾക്കാൻ നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ പുതിയ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് എനിക്ക് തങ്ങളോട് ആദ്യം ചോദിക്കാനുള്ള ഒരു ചോദ്യം. തങ്ങളെ ചോദിക്കേ, ഒരുപാട് വിവാദങ്ങൾ ഇപ്പൊ കഴിഞ്ഞല്ലോ. മല പോലെ വന്ന സംഗതികൾ മഞ്ഞ് പോലൊക്കെ പോയി. പക്ഷെ ഞാൻ ഇന്നും വന്ന സമയത്തും ഇവിടെ ജനങ്ങളെ കൊണ്ട് ആകെ എന്താണ് അതിന്റെ ഒരു ഗുഡൻസ്? ജനങ്ങള് വിവാദങ്ങളൊന്നും സത്യം ഞാൻ ഞങ്ങളോട് പറയല്ല. വിവാദങ്ങളുള്ള ഉണ്ടാക്കിയ ആളുകള് എന്ത് വിവാദം ഉണ്ടാക്കിയെന്ന് ഓൽക്കന്നെ അറിയില്ല. ലക്ഷ്യം എന്താ അറിയാം? തകർക്കുക എന്നുള്ളതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് അള്ളാഹു തന്ന നാമത്ത് ഒരു കുഴപ്പമില്ലാതെ എപ്പോഴും ഇന്നും എൻ്റെ വീട്ടിൽ ആയിരക്കണക്കിന് ആളുകൾ വന്ന് പുതിയ എന്താണ് കുറെ തീരുമാനങ്ങളൊക്കെ ഇവിടെ എടുത്തു എന്ന് പറഞ്ഞു. പുതിയ തീരുമാനങ്ങളല്ല, ഞാനൊരു യത്തീമായി വളർന്ന ആള്. പാപ്പല്ലാതൊക്കെ വളർന്നതാണ്. ഒരു 20 എത്തിയും കുട്ടികളെ എത്തിയ കുടുംബത്തെ നമ്മൾ ഏറ്റെടുത്തു. ഇതിനു മുമ്പ് 70 എത്തിയും കുട്ടികളുടെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അഗതികളും അനാഥകളും ഒക്കെ ഉണ്ട്, അതിലെല്ലാവരും പെടും. അതേപോലെ തന്നെ 18ഓളം വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് അല്ലെ? 18ഓളം വീട്. ഇപ്പൊ പുതിയതായിട്ട് 2 കുട്ടികളെ കല്യാണവും അതേപോലെ അത് അടുത്ത മാസം. പിന്നെ നവംബറിൽ 25 കുട്ടികളെ. അപ്പോ തങ്ങളൊരു സംശയം വരും. ചോദിച്ചു, ഇത്രയും ആളുകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നതിനുള്ള ഫണ്ട് വലിയ ഭീമമായിട്ടുള്ള തുകയാണ്. അപ്പൊ ഇതൊക്കെ എവിടെ നിന്നാണ് തങ്ങൾ കണ്ടെത്തുന്നത്? അല്ലേ, നൂറെ ഹബീബിന്റെ മുറ്റത്തേക്ക് ആളുകളെ പണം കൊണ്ടുവരികയാണ്. കാരണം നമ്മള് കൈ കിട്ടിയതൊക്കെ നമ്മളെ വിളിച്ചു പറയും, നമ്മൾ എടുത്തു വെക്കണില്ല. പിന്നെ അവർക്കറിയാം തങ്ങളെ കയ്യിൽ ഏൽപ്പിച്ചാൽ അത് അർഹതപ്പെട്ട ആളുകളെ സ്ഥലത്തയിൽ എത്തും എന്നുള്ളത്. അപ്പൊ അത് കുട്ടികളെ കല്യാണം കഴിക്കേണ്ട വിഷയത്തില് ഇഫ്ല കോളേജിന്റെ വിഷയം അതൊന്നും എനിക്ക് ആശങ്കയില്ല. ഇപ്പൊ ഞാൻ ഇഫ്ല കോളേജ് കഴിഞ്ഞ റത്തിയഖാനിന്റെ ഒരു മനസ്സിലുണ്ട്, അള്ളാഹു സാധിപ്പിച്ച് തരട്ടെ. ഒരു ചെറിയൊരു 10-50 കുട്ടികളെ കൊണ്ട് നോക്കണം. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എത്തിയുമായി ഒന്നുമില്ലാതെ ജീവിച്ച് നമുക്ക് എന്തിനാ മതി. ഖുർആന്റെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതിന്റെ ഈ വർഷത്തിനുണ്ടാവും. 2 മാസത്തിനുള്ളിൽ ജൂൺ കൊടുക്കുന്ന ക്ലാസ് ആരംഭിക്കും. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നത്. പിന്നെ എന്തെങ്കിലും പറച്ചോന്റെ ഒക്കെ റബ്ബിന്റെ കയ്യിലാണ്. കാരണം നമ്മളെ ജനങ്ങൾ ഇട്ടിരിക്കുന്ന പിജ്ജയാണ്, തീയല്ല പിജ്ജയാണ്. അപ്പൊ ഇനി ഡേറ്റ് പറഞ്ഞിട്ട് അതിനെങ്ങാനും കുട്ടികളെ ചേർത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇന്ന് കേരളത്തില് ഒരു കാര്യങ്ങളോട് പറയുന്നത്, ഇന്ന് കേരളത്തില് ഏറ്റവും കൂടുതൽ ഒരു 50% ആളുകളും എങ്ങനെങ്കിലും നൂറെ ഹബീബ് തങ്ങളൊന്ന് അറസ്റ്റ് ചെയ്താല് ഒരു ഇലക്ഷനില് ഒരു പാർട്ടി ജയിച്ച സന്തോഷമായിരിക്കും അല്ലേ? ശരിയല്ലേ? നിങ്ങൾ യൂട്യൂബ് ശ്രദ്ധിച്ചോ, ഫേസ്ബുക്ക് ശ്രദ്ധിച്ചോ, അതിലൊക്കെ തെറിയുടെ അഭിഷേകമാണ്. അപ്പൊ അവര് ആഗ്രഹിക്കണം എന്താണ്? നമ്മളെ കേരളത്തില് ഒട്ടുമിക്ക ഉസ്താദുമാരും അതേപോലെ തങ്ങന്മാരൊക്കെ ചികിത്സ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഇല്ലാത്തൊരു വിവാദം ഇവിടെ ഉണ്ട്. എന്താണ് അതിന്റെ ഒരു ആള് കൂടുന്നോർത്ത് എന്തുണ്ടാവും? വിവാദങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ അറിയപ്പെട്ട് തന്നെ ജനങ്ങൾ ഇങ്ങനെ ആളുകൾ കൂടിയിട്ടാണ്. ഇവിടെ വരുന്ന ആളുകൾ കൃത്യമായിട്ട് അവരുടെ വിഷയത്തിന് പരിഹാരം കണ്ടെത്താൻ പറ്റുന്നുണ്ട്. നമുക്ക് കറാമത്തൊന്നുമില്ലപ്പ, നമുക്കതൊന്നുമില്ല. നമ്മൾ സ്വലാത്ത് ചെല്ലുന്നുണ്ട്, പക്ഷെ എല്ലാവരും വിഷമങ്ങളും തീരുന്നതില്ല. അതെനിക്ക് കറാമത്തിന്റെ ആയിട്ടല്ല, സ്വലാത്തിന്റെ പവറാണ്. ഇവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ സ്വലാത്തിന് ഇങ്ങനെ ചൊല്ലിയാണ് ആൾക്ക്. നമ്മളതിനായിട്ട് പണിക്കാർ വെച്ചിട്ടാണ് സ്വലാത്തിന് ഇങ്ങനെ ചൊല്ലിക്കൊള്ളി. സ്വലാത്തോട് ഒരുപാട് നേട്ടങ്ങളുണ്ടല്ലോ. നൂറ് ആബിത്തങ്ങൾക്ക് എന്തില്ല, എല്ലാം സ്വലാത്തിന്റെ പവറാണ്. ഒക്കെ സ്വലാത്തിന്റെ. അതിന് മുന്നേ ഒരു ചോദ്യം നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കട്ടെ. നിങ്ങളിപ്പോ എനിക്ക് അനുകൂലമായിട്ട് വീഡിയോ ഇട്ടില്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായോ? എനിക്ക് വിഷമമുണ്ടായിട്ടുണ്ട്. ഞാന് പ്രത്യേകിച്ച് വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെയാണ്. കാരണം എല്ലാവരും വന്നിട്ട് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നൂറെ ഹബീബ് എനിക്ക് എന്ത് തന്നു എന്നുള്ള സംഗതി.
നൂറെ ഹബീബിൽ നിന്ന് പൈസ മേടിച്ചിട്ടാണ് ഞാൻ തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നത്. ഇവർ ആഗ്രഹിക്കുന്ന എന്താ അറിയോ, ശത്രുക്കള് നൂറെ ഹബീബ് തങ്ങൾക്ക് അനുകൂലമായിട്ട് ആരും വരാൻ പാടില്ല. അങ്ങനെ വന്നവരൊക്കെ പൈസ ഇതിന്റെ ഇതാ പറയുന്നത്. അപ്പൊ അങ്ങനെ ഇവര് അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോ നിങ്ങൾ ഓരോട് പറഞ്ഞിലേക്ക് തന്നിക്കടാണ്. അതല്ല, ഇനിയിപ്പോ നിങ്ങൾ തന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഓല എന്ത് ചെയ്യാം, വിശ്വസിക്കില്ല. ഇപ്പൊ ഞാൻ എത്ര നന്മ ചെയ്താലും ഓല മുമ്പിൽ ഞാൻ കള്ളനാണ്. ആ വിശ്വാസം അത് അസൂയക്കാരാണ്. ആ വിശ്വാസം മാറണമെങ്കിൽ എന്തോണം, എന്റെ മയ്യത്ത് മറയണം. എന്നാൽ ഓൾക്ക് എന്താവുന്നു ആ വിശ്വാസം. അപ്പോ ഞാൻ തങ്ങൾക്ക് അനുകൂലമായിട്ട് വീഡിയോ ചെയ്യുന്നത് പൈസ മേടിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാല്, നിങ്ങള് തങ്ങൾക്കെതിരെ വീഡിയോ ചെയ്യുന്നതും ഇതേപോലെ പൈസ മേടിച്ചിട്ട് പല ആൾക്കാരൊക്കെ പൈസ മേടിക്കണ്ടോ? അപ്പൊ അവര് ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റ് നമ്മളും ചെയ്യുന്നുണ്ടാവും എന്നുള്ളൊരു ധാരണയിലായിരിക്കും അവർ പറയുന്നത്. അപ്പൊ തങ്ങൾക്ക് അവസാനമായിട്ട് ഈ പ്രേക്ഷകരോട് എന്താ പറയാ? എനിക്ക് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. എന്നെ തകർക്കാൻ അള്ള വിചാരിക്കണം. ഒരു നിലക്കും എന്തില്ല, ഒരു ചൂഷണവും ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യൂല. കിട്ടുന്ന പശത്തി മക്കൾക്കും പാവങ്ങൾക്കും കൊടുക്കുന്നു. പിന്നെ ഒരുപാട് ആളുകൾ പല കോലത്തിലും എന്തുണ്ട് ആക്രമിക്കുന്നുണ്ട്. എനിക്കതിലൊന്നും ഒരു പ്രശ്നമല്ല. അള്ള കൂടെ ഉണ്ടെങ്കിൽ എന്തിനാണോ പടത്തിനെ പിടിക്കുന്നത്? ഇപ്പൊ എത്തിയും കുടുംബങ്ങളെ ഏറ്റെടുത്ത കുറച്ച് കുടുംബങ്ങളില്ലേ, അവരൊക്കെ മാസം അവരെ കാര്യങ്ങളൊക്കെ എങ്ങനെ കിടക്കും? ഓരോ മാസം 5 കൊടുക്കുന്നവരുണ്ട്, 10 രൂപ കൊടുക്കുന്നവരുണ്ട്, 7 കൊടുക്കുന്നവരുണ്ട്. ഒരു എത്തിയും ഒരു പെണ്ണും ഇവിടെ 22 എത്തിയും വീഡിയോ കണ്ടോ, ഈ 22 കുടുംബത്തിന് മിനിങ്ങാൻ ഏറ്റെടുത്തു. 29 വയസ്സ് 30 വയസ്സായ പെൺകുട്ടികളാണ്. കുറച്ചോനെ ഒക്കത്ത് ചെറിയ മക്കളെ വെച്ച് ഒരാളും മുന്നിലും ഒരു പെണ്ണും മുന്നിലും ചെന്ന് കൈനേട്ടേണ്ട ഗതികേട് വരാതിരിക്കട്ടെ. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 22 കുടുംബത്തെ ഇപ്പൊ ഞാൻ ഏറ്റെടുത്തത്. മുതലുണ്ടായിട്ടല്ല, അള്ള തരും. മനസ്സിലായില്ലേ? നമ്മൾ തിരക്ക് ചെയ്യുന്നത് ഉണ്ടായിട്ടല്ല, നമ്മൾ തുടങ്ങി വെച്ച പറിച്ചുണ്ടാവും. മനസ്സിലായില്ല? അപ്പോൾ 22 കുടുംബത്തെ ഏറ്റെടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാ മാസം 1 ഒരുപാട് വന്ന് പൈസ വാങ്ങും. ചില എത്തിച്ചെടുക്കാതെ വിദ്യാഭ്യാസം നമ്മൾ തന്നെ പല വിദ്യാഭ്യാസം അസുഖങ്ങൾ വന്നാലും ഒക്കെ എന്നെ അറിയിക്കാൻ പറഞ്ഞു. എന്നെ കൂടെ കൈത ഞാൻ കൊടുത്തു. എന്റെ കൂടെ പറപ്പികൾ തരുന്നുണ്ട് ഹബീബെ. നൂറ ഹബീബിനെ മുത്തുമണികൾ കായ് തരാണ്ട് പിന്നെ എന്തിനാ പേടി വാരിക്കോരി തരുന്നുണ്ട്. അതൊന്നും പ്രവാസികളെ പറ്റിയാൽ തന്നല്ലേ, അതൊന്നും പ്രവാസികളെ നീരും ചോരൊന്നുമല്ല. അത് ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. പ്രവാസികൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ആണ് പ്രവാസികൾ അറിയാതെ അവരുടെ ഭാര്യമാർ ഇവിടെ കൊടുന്ന് തരുന്നതെന്നൊക്കെ. പക്ഷേ ഒരു കാര്യം ഒന്നും ചെയ്തു ഒരു കാര്യം പറയാം, അതൊക്കെ ഈ പറയുന്ന വ്യക്തികളെ വീട്ടിൽ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. മേലെക്കുറക്കാട് നൂറ് ഹബീബ് തങ്ങളെടുത്തിട്ട് ഒരാൾ 100, 200, 500, 1000, 10,000 കൊണ്ടു തരുന്നുണ്ടെങ്കിൽ അത് ആ ഭർത്താക്കന്മാർ കൊടുത്തയച്ചിട്ട് തന്നെ അതുകൊണ്ട് കൊടുക്കണേ. നമ്മൾക്കുള്ള എനിക്കെടുക്കാന്നില്ല, എത്തിമക്കൾക്ക് മനസ്സിലായി. എന്തായാലും അള്ളാഹു എല്ലാവർക്കും അള്ളാഹു നല്ലത് വരുത്തട്ടെ ഇൻഷാ അല്ലാഹ്. ഇനിയും ഒരു ഇപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്ത മാസേ 2 കുട്ടികളെ കല്യാണം മുസ്ലിമായ സഹോദരന്മാർ. അടുത്ത മാസം മെയ് 25 അല്ലെ, ഏപ്രിൽ അല്ലേ? കൺഫേം. അടുത്ത മാസം 25-ാം തീയതിയാണ് 2